ഈ കഴിഞ്ഞ ഉത്സവനാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന മഹാ അദ്ഭുതം. ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള ആ ദിവസം ഉച്ചപൂജയ്ക്ക് ഭഗവാനെ അലങ്കരിച്ചു. എല്ലാ ദിവസവും ഭഗവാനെ ഓരോരോ രീതിയിലാണ് അലങ്കരിക്കാറുള്ളത്. അന്ന് ഭഗവാനെ അലങ്കരിച്ചത് ഭഗവാന്റെ കയ്യിൽ ഒരു താമരപ്പൂവ് പിടിച്ചു നിൽക്കുന്നതായിരുന്നു. അന്ന് ഉച്ചപൂജ സമയത്ത് ഭഗവാനെ കണ്ടു തൊഴുത എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ ആ രൂപം അതീവ ഭംഗിയായി തോന്നി. തൊഴുതുകഴിഞ്ഞ് ആ കീഴ്ശാന്തിയോട് കുറച്ച് ആളുകൾ ചെന്ന് ചോദിച്ചു, അങ്ങാണോ ഭഗവാന് കളഭാലങ്കാരം ചെയ്തത്? ഭഗവാനെ കാണുവാൻ വളരെ ഭംഗിയുണ്ട്. ഭഗവാൻ ആർക്കാണ് ആ താമരപ്പൂ കൊടുക്കാനായിട്ട് നിൽക്കുന്നത്? അറിയില്ല, കണ്ണൻ എന്താണ് വിചാരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. കണ്ണൻ ആർക്കെങ്കിലും കൊടുക്കുമായിരിക്കും എന്ന് ആ തിരുമേനി മറുപടി പറഞ്ഞു. അങ്ങനെ അതേ ദിവസം 3 മണിയോടുകൂടി ഭഗവാന്റെ തിരുനടയിൽ ആനയോട്ട മത്സരം നടന്നു. ഭഗവാന്റെ സ്വന്തം ആനയായ ബാലു മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. അന്നേ ദിവസം ബാലു ശീവേലിക്ക് ആ ഭഗവാന്റെ തിടമ്പയേറ്റി. അതിനുശേഷം ആനയെ പാപ്പാൻ കൊണ്ടുപോയി ആ ക്ഷേത്ര പരിസരത്തെ തളക്കുകയും ചെയ്തു. ആനക്ക് തീറ്റയൊക്കെ ഇട്ടുകൊടുത്തു. അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് കളഭ അലങ്കാരം ചെയ്ത ആ തിരുമേനിയും പുറത്തു നിൽക്കുന്നുണ്ട്. ആ തിരുമേനി നോക്കി നിൽക്കെ ഒരു 3 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുഞ്ഞു ബാലൻ, അവന്റെ കയ്യിൽ ഒരു താമരപ്പൂവും ഉണ്ട്. അവനെ കാണുവാൻ നല്ല ഭംഗിയുമുണ്ട്. ആ താമരപ്പൂവും പിടിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ബാലു എന്ന ആനയുടെ മുന്നിലേക്ക് എത്തിയിട്ട് അത് ആനയുടെ നേരെ നീട്ടി. ആ സമയത്ത് അവിടെ പാപ്പാൻ ഉണ്ടായിരുന്നില്ല. തിരുമേനി ദൂരെ നിന്ന് കാണുകയാണ്.